മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ നമ്മുടെ ഷാനവാസും ബിന്നിയും കൂടി പൊരിഞ്ഞടിയാണ്. ബിന്നി വെറുതെ ചുമ്മാ ഫയറാണ് കേട്ടോ. 50 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ബിന്നി എന്തോരമാണ് ചേഞ്ച് ആയത്. ഷാനവാസുമായി പറഞ്ഞ് തർക്കിച്ച കട്ടയ്ക്കാണ് ബിന്നി നിന്നത്. പിന്നെ ഈ കാര്യത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ഷാനവാസിന്റെ ഭാഗത്തും തെറ്റുണ്ട്, ബിന്നിയുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഷാനവാസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നപ്പോൾ ഫുഡില്ല, കുറച്ചേ ഉള്ളൂ. അതിനെ ചൊല്ലിയാണ് തർക്കം തുടങ്ങുന്നത് തന്നെ. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു, ഷാനവാസ് മാത്രമേ കഴിക്കാനുള്ളൂ. അതിനിടയിൽ മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ഒരു 11-11:30 ആ ടൈം ആയപ്പോഴാണ് ഷാനവാസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കിച്ചണിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഫുഡ് ഇല്ലാത്തത് എന്ന് പറഞ്ഞാണ് ഷാനവാസ് തർക്കം തുടങ്ങുന്നത്. 35 ചപ്പാത്തി ഉണ്ടാക്കിയുള്ളൂ എന്ന് നമ്മുടെ ബിന്നിയും 40 ചപ്പാത്തി ഉണ്ടാക്കി ഞാനല്ലേ എണ്ണി വെച്ചതെന്ന് പറഞ്ഞ് നമ്മുടെ ഷാനവാസും. എന്തായാലും ഷാനവാസ് പറയുന്നത് ബിന്നിയല്ലേ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ, അപ്പോൾ ഒരാളെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ആ ആൾക്ക് വേണ്ടി ഫുഡ് എടുത്ത് മാറ്റി വെക്കേണ്ട കടമ ബിന്നിയുടേതാണ്. അപ്പോൾ ബിന്നിയുടെ മിസ്റ്റേക്കാണ് ഇത്, ക്യാപ്റ്റൻ വീക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഷാനവാസ് ബിന്നിയോട് ദേഷ്യപ്പെടുന്നു. അപ്പോൾ ബിന്നി തിരിച്ചു പറയുന്നത്, നിങ്ങൾ 1 മണിക്കൂർ കുളിക്കാൻ പോയിട്ടല്ലേ, ഇവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു. ക്യാപ്റ്റൻ്റെ ഡ്യൂട്ടി ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലാതെ നിങ്ങളെ നോക്കി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഭാര്യ ചെയ്യുന്നത് പോലെയൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. അതും കൂടി കേൾക്കുമ്പോൾ ഷാനവാസിന് ഒന്നും കൂടി ദേഷ്യമാകുന്നു. ഞാൻ നിൻ്റെ വീട്ടിലിരിക്കുന്ന ഹസ്ബൻഡിനെ ഒന്നും ഇങ്ങോട്ട് വലിച്ചിഴിച്ചിട്ടില്ല, പിന്നെ എൻ്റെ ഭാര്യയും മക്കളെയും ഇങ്ങോട്ട് വലിച്ചഴിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് ബിന്നിയോട് ദേഷ്യപ്പെടുന്നു. ഉടനെ ഷാനവാസ് പറയുന്നത്, എല്ലുമുറിയെ പണിയെടുത്തിട്ട് ഫുഡില്ലെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ന്യായമാണ്. അപ്പോൾ ബിന്നി പറയുന്നു, ഇവിടെ ആർക്കും എക്സ്ട്രാ കിട്ടിയിട്ടില്ല, എനിക്കും ഒന്നും കിട്ടിയിട്ടില്ല, എല്ലാവർക്കും തുല്യമാണ് വീതിച്ചത്. പിന്നെ ജോലിയൊന്നും ചെയ്തെന്ന് പറയരുതേ, ആരാണ് ഇവിടെ എല്ലുമുറിയെ പണിയെടുത്തത്? സമയത്ത് ജോലിയും ചെയ്യില്ല, എന്നിട്ട് ജോലി ചെയ്യാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. 1.5 മണിക്കൂർ എടുത്ത് കുളിക്കുകയും ചെയ്യും, എന്നിട്ട് വരുമ്പോൾ ഫുഡില്ലെന്ന് പറഞ്ഞാൽ ആരുടെ കുഴപ്പമാണ്? ഫുഡ് എടുത്ത് മാറ്റി വെക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. ഉടനെ ഷാനവാസ് രാവിലത്തെ കാര്യമൊക്കെ എടുത്തിരുന്നുണ്ട്. ഇവിടെ എല്ലാവരും ചായക്ക് വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞപ്പോൾ നീ എന്താ പറഞ്ഞത്? ഞാൻ ഫേസ് വാഷ് ചെയ്ത് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരുവുള്ളെന്ന്. വീണ്ടും ബിന്നി പറയുന്നത്, ജോലിയൊന്നും ചെയ്യത്തുമില്ല, ഫുഡ് കഴിക്കാൻ വന്നേക്കുക. ഇവിടെ രാവിലെ എല്ലാവരും എന്നോട് ചോദിച്ചു ഷാനവാസ് എന്തിയെന്ന്. ഞാൻ പറഞ്ഞു കുളിക്കാൻ പോയേക്കുവാന്ന്. 1.5 മണിക്കൂർ എടുത്തിട്ടാണ് കുളിക്കുന്നതൊക്കെ, പിന്നെ എങ്ങനെ ഫുഡ് കിട്ടാനാണ്? അതിന് മറുപടിയായിട്ട് ഷാനവാസ് പറയുന്നത്, 1.5 മണിക്കൂർ എടുത്ത് കുളിച്ചെന്നോ? ഞാൻ ജോലിയൊന്നും ചെയ്തില്ലെന്നോ? മാവ് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്, മാവ് കുഴച്ച് വെച്ച് ബോളുകളാക്കി വെച്ചിട്ടും കൂടിയാണ് ഞാൻ പോയത്. നിങ്ങൾക്ക് പരത്തിയാൽ മാത്രം മതിയായിരുന്നു, അതും ഞാൻ നിന്നോട് പൊക്കോട്ടെ എന്ന് അനുവാദം ചോദിച്ചിട്ടാണ് കുളിക്കാൻ പോയത്. എന്നിട്ട് ജോലി ചെയ്യുന്നില്ല, വെറുതെ തിന്നാൻ വരുമോ എന്ന് പറഞ്ഞാൽ എവിടെ ശരിയാകും? അപ്പോൾ പിന്നെ പറയുന്നു, കുഴച്ച് വെച്ചാൽ മാത്രം അത് ചപ്പാത്തി ആവില്ല, അത് പരത്തണം. ഒരു ചപ്പാത്തി താൻ പരത്തിയോ? താൻ ഇന്ന് ഈ കിച്ചണിൽ ചെയ്തതിനേക്കാളും ജോലി അനീഷ് ചെയ്തിട്ടുണ്ട്. പണിയെടുക്കാതെ തിന്നാൻ വന്നേക്കും അയാള്. ഇതും കൂടി കേൾക്കുമ്പോൾ ഷാനവാസിന് നല്ല ദേഷ്യം വരുന്ന ഉടനെ ഷാനവാസ് വന്ന് ബിന്നിയോട് പറയുന്നത്, വീട്ടിൽ ഹസ്ബൻഡ് ഇല്ലേ, അവൻ്റെ അടുത്ത് പോയി എടുത്താൽ മതി. വീട്ടിലൊരു പെൺകോന്തനുണ്ടല്ലോ, അവനോട് പോയി പറ. കുത്തിത്തിരിപ്പ്, ഞാൻ കുത്തിത്തിരിക്കണോ കുത്താതെ തിരിക്കണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാന്ന് നമ്മുടെ ബിന്നിയും ഷാനവാസിനോട് പറയുന്നു. രണ്ടുപേരും കുറച്ച് നേരത്തേക്ക് നല്ല ഫയറായിരുന്നു. ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു തർക്കമാണെങ്കിലും പിന്നീട് അതൊരു വലിയ ഫയറായി. വീട്ടിലിരിക്കുന്ന ഭാര്യനെയും ഭർത്താവിനെയും വരെ എടുത്തിട്ടു. ഈ കാര്യത്തിൽ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. ക്യാപ്റ്റൻ്റെ ചുമതലയാണ് ഒരാൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ അയാളുടെ ആ ഒരു പങ്കെടുത്ത് മാറ്റി വെക്കുക എന്നുള്ളത്. അത് ഷാനവാസ് ചൂണ്ടിക്കാണിച്ചപ്പോൾ ബിന്നിക്ക് ദേഷ്യം വന്നു. ഉടനെ ബിന്നി എന്ത് ചെയ്തു? ഷാനവാസിന്റെ കുറ്റങ്ങൾ അങ്ങോട്ട് നിരത്തി. രാവിലെ ചപ്പാത്തി പരത്താൻ വന്നില്ല, രാവിലെ കിച്ചണിൽ ഉണ്ടായിരുന്നില്ല, 1.5 മണിക്കൂർ എടുത്ത് കുളിച്ചു. അങ്ങനെ ബിന്നിയുടെ സൈഡ് ക്ലിയർ ആക്കി ഷാനവാസിന്റെ തലയിലേക്ക് എല്ലാം കൊണ്ടിട്ടു. ഇവിടെ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുള്ളത് കൊണ്ട് നമുക്ക് രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും രണ്ടുപേരും നല്ല ഫയറായിരുന്നു. എനിക്കിതിൽ എടുത്തു പറയാനുള്ളത് ബിന്നിയാണ്. ബിന്നി ഒരു 50 ദിവസം കഴിഞ്ഞപ്പോഴേക്കും കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇപ്പോഴൊരു ഇൻഡിവിജ്വൽ പ്ലെയർ ആയിട്ടൊക്കെ കളിക്കുന്നുണ്ട്. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.